ഹായ് ഗൈസ്, എഗെയിൻ തേൽവണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു വണ്ടിയുടെ ടെസ്റ്റ് ഡ്രൈവിനായിട്ട് വന്നതാണ്. വേറൊന്നുമല്ല, നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഗറില്ല 450. ഓക്കെ, നമ്മൾ കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നു, ഇപ്പോഴാണ് വണ്ടി കിട്ടിയത്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പം നിൽക്കുന്നത് അഗാരയിലുള്ള ടെക്നിക് മോട്ടോഴ്സിലാണ്. ഓക്കെ, ഇവിടെ വണ്ടി അവൈലബിൾ ആണ്. ഞാൻ ഇന്നലെ വിളിച്ച് ചോദിച്ചിരുന്നു, അന്നേരം വന്നോളാൻ പറഞ്ഞു. അങ്ങനെ വന്നതാണ്. ഓക്കെ, അപ്പോൾ എന്നാലും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കിനി വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. ഓക്കെ ഗൈസ്, അപ്പം നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. വണ്ടി ഇവിടെ റെഡിയാണ്. സീറ്റ് ഹൈറ്റൊക്കെ പക്ക ക്ലിയറാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര തീരെ ചെറിയ വണ്ടികളൊക്കെ തോന്നുന്നു കേട്ടോ. കാരണം എൻ്റെ കാലത്യാവശ്യം നല്ല പൊങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. മീൻസ് എൻ്റെ മുട്ടെല്ലാം മടങ്ങി. പക്ഷെ കുഴപ്പമില്ല, ഹൈറ്റ് കുറഞ്ഞവർക്ക് പക്ക വണ്ടിയാണ് കേട്ടോ. നമ്മുടെ ഹണ്ടർ നോക്കിക്കൊണ്ടിരുന്നവർക്ക് കുറച്ചും കൂടെ പവർഫുൾ എൻജിൻ വേണമെന്നുണ്ടെങ്കിൽ ഇത് സെറ്റ് സാധനമാണ്. കാരണം ഹണ്ടർ സാറിന് നോക്കുന്നത് തന്നെ കൂടുതൽ ഹൈറ്റ് പ്രശ്നമുള്ള ആൾക്കാരാണ്. അങ്ങനെ പക്ഷേ തീരെ ചെറിയ വണ്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മീൻസ് ഇരിക്കുമ്പം ആ ഒരു കാല് ക്രാംഡ് ആവുന്നുള്ള ഒരു ചെറിയ ഫീൽ എന്നുള്ളതല്ലാതെ ഇതൊരു ചെറിയ വണ്ടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നമ്മൾ ബാംഗ്ലൂർ സത്യത്തിൽ ഇപ്പം നിൽക്കുന്നത് സർജാപൂർ ഏരിയയിലാണ്. അതായത് ഏകദേശം നല്ല അടിപൊളി ട്രാഫിക് കിട്ടുന്ന സ്ഥലമാണ്. അപ്പം ഈ വണ്ടി എന്തായാലും ട്രാഫിക് കൂടെ പോകാൻ വേണ്ടി തന്നെ ഉണ്ടാക്കിയാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് പരീക്ഷിക്കാമല്ലോ അല്ലേ. വേണ്ട, നല്ല അടിപൊളി ട്രാഫിക്കാണ്. ഞാനിത് എന്തായാലും കമ്പയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫൈംപിൻ്റെ സ്പീഡ് 400 തന്നെയാണ്. കാരണം അതിന് കൊടുത്ത ആറ്റം പണിയാണിത് സത്യത്തിൽ. ഞാനത് കുറച്ച് ദൂരം നല്ല രീതിക്ക് ഓട്ടിച്ച ഒരാളാണ്. അപ്പം അതിൻ്റെ ഒരു ഓർമ്മ എനിക്കിപ്പോഴും ഉണ്ട്. അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പവർ ആദ്യത്തെ ഒരു ചെറിയ ഇത് മാത്രമേ എനിക്ക് ഡിഫറൻസ് കാണുന്നുള്ളൂ. മീൻസ് എന്താ പറയുക, ഇതിൻ്റെ ആദ്യത്തെ ഒരു എടുപ്പ് ഒരു 2-3 സെക്കൻഡ് ഒരു ലാഗുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പവറാണ്. ഞാൻ നോക്കിയിട്ട് സ്പീഡിനെയും കാട്ടി കുറച്ചും കൂടെ കൊള്ളാം കേട്ടോ. ഒബ്വിയസ്ലി ഹിമാലയൻ്റെ എഞ്ചിനാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഗുണങ്ങളെല്ലാം ഇത് കാണിക്കുന്നുണ്ട്. നമ്മുടെ ഈവൻ ഡാഷ് ഒരു ട്രിപ്പർ നാവിഗേഷൻ പോലും ആ പക്കാ സെയിം സാധനം തന്നെയാണ് വന്നേക്കുന്നത്. മിക്കവാറും അവരുടെ എല്ലാ മോഡലിലോട്ട് ഇത് കൊണ്ടുവരുമെന്ന് തോന്നുന്നു. നമ്മുടെ ഇനിയിപ്പം ഹിമാലയൻ 650 ഇറങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിലും എല്ലാം ഇത് തന്നെ കാണും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഹിമാലയൻ 650 നമ്മൾ ഒരെണ്ണം എടുക്കുന്നുണ്ട്, അത് ഉറപ്പാണ്. അത് ഞാനന്ന് ഏത് വണ്ടിയായിരിക്കും ഇനി അടുത്തതെന്ന് പറഞ്ഞു വന്നിട്ട്, കാരണം ഞാനൊരു ഓപ്ഷനായിട്ട് പറഞ്ഞൊരു കാര്യമായിരുന്നു. പക്ഷെ അതിപ്പം അന്ന് കൺഫേംഡ് അല്ലായിരുന്നെങ്കിൽ ഹിമാലയൻ 650 ഇപ്പോൾ എന്തായാലും സ്പൈ ഷോട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ 2025 സാധനം പുറത്തിറങ്ങുമെന്ന് മനസ്സിലായി. ഇതിൻ്റെ സ്വിച്ചസ് എനിക്ക് ഞാൻ ഹോൺ അവിടെ ഉണ്ടെന്ന് പോലും കണ്ടില്ല കേട്ടോ. ഞാൻ കുറച്ച് നേരമായിട്ട് ഹോൺ തപ്പുമായിരുന്നു. വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഉണ്ടോ എന്തോ. ഭാഗ്യം, വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഇല്ല. അപ്പോൾ അതൊരു പണിയാണ്. അപ്പുറത്ത് ചെക്കിങ് ഉണ്ടെന്നുള്ള എന്തായാലും ഉറപ്പാണ്. അപ്പം നൈസായിട്ട് എങ്ങനെയെങ്കിലും ഒഴിഞ്ഞൊഴിഞ്ഞ് പോയാലേ കാര്യം നടക്കും. ഇല്ലെങ്കിൽ എൻ്റെ 500 രൂപ പോക്കാണ്. ട്രാഫിക്കിനകത്ത് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഇത്രയും ടെസ്റ്റിംഗ് ആയിരിക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ.
സീറ്റ് കുഴപ്പമില്ല. കുറച്ചും കൂടെ ബാക്കിലോട്ട് ഇരിക്കുമ്പോഴത്തേക്ക് എൻ്റെ കാലിൻ്റെ പൊസിഷൻ ഏകദേശം കറക്റ്റ് ആവുന്നുണ്ട്. ഓക്കെ, സീറ്റ് അത്യാവശ്യം നല്ല ബ്രോഡറാണ് കേട്ടോ, ഉള്ള പറയാം. നമ്മുടെ സ്പീഡിനെ കണക്കല്ല, അത്യാവശ്യം നല്ല കംഫർട്ടാണ്. കുറച്ചും കൂടെ ബ്രോഡായിട്ടുള്ളൊരു സീറ്റാണ്. എനിക്ക് നല്ല കറക്റ്റായിട്ട് അതിനകത്ത് ഇരിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഇപ്പം ഏകദേശം സെയിം തന്നെയാണ്. നമ്മുടെ ഇൻ്റർസെപ്റ്റർ, GT, ഹിമാലയൻ, പിന്നെ മീറ്റിയോർ 650 എല്ലാം വരുന്നത് ഈ ഒരൊറ്റ LED ഹെഡ്ലൈറ്റാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്ക് അത് ലാഭകരമാണ്. കാരണം ഒരൊറ്റ സാധനം ഉണ്ടാക്കിയാൽ മതി, എല്ലാ സാധനത്തിനകത്ത് തന്നെ വെച്ച് കൊടുക്കാം. അപ്പം ഒരെണ്ണത്തിന് വേണ്ടി മാത്രമായിട്ട് വേറെ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ചിലവുകളില്ല. അങ്ങനെയൊക്കെ ചിലവ് കുറയ്ക്കാനായിട്ട് കമ്പനി ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ എന്തായാലും. അത്യാവശ്യം നല്ലൊരു കുഴിയാണ്. വലിയ കുഴപ്പമില്ല. കുറച്ച് സ്റ്റിഫറാണെന്നുണ്ടെങ്കിലും പക്ഷേ റോഡ് കണ്ടീഷൻ ഇത് പക്ക പെർഫെക്റ്റ് ആണ് കേട്ടോ. നമ്മളൊന്ന് താങ്ങി ഇറങ്ങി കഴിഞ്ഞാൽ റോഡിലൊക്കെ ഓക്കെയാണ്. എന്തായാലും ഹിമാലയൻ്റെ സസ്പെൻഷൻ വെച്ച് കൊടുക്കത്തില്ല, പക്ഷെ അത്യാവശ്യം നല്ല സുഖമുണ്ട് ആ സസ്പെൻഷൻ. ഭയങ്കര അങ്ങ് സ്റ്റിഫ് ചെയ്തിട്ട് ഒട്ടും കംഫർട്ടില്ലാത്ത രീതി അങ്ങനെയൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല മോഡറേറ്റ് കംഫർട്ട് തരുന്നൊരു ഇത് തന്നെയാണ്. പിന്നെ ഞാൻ ഈ പറയുന്നതാണ് കൊണ്ട് നിങ്ങളൊരിക്കലും റോയൽ എൻഫീൽഡ് ഫാനായിട്ട് പറയണ്ട. എൻ്റെ ഒരു ഹിമാലയൻ ഉണ്ടെന്നുള്ളൂ, പക്ഷേ അവരുടെ എല്ലാ വണ്ടികളൊന്നും എനിക്ക് താല്പര്യമുള്ള വണ്ടികളുമല്ല. എക്സാമ്പിൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഷോർട്ട് ഗണ്ണിൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. ഞാൻ ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു വണ്ടിയായിരുന്നു ഷോർട്ട് ഗൺ. ഈ ഹോണിൻ്റെ പ്ലേസ്മെൻറ്റ് എനിക്ക് കുറച്ചധികം വിയർഡായിട്ട് തോന്നുന്നുണ്ട്. കുറച്ചും കൂടി ഇപ്പുറത്തോട്ട് വന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അപ്പം എന്താ പറയുക, അവർ പാസ് സ്വിച്ചിൻ്റെയൊക്കെ പ്ലേസ്മെൻറ്റ് വന്നപ്പോൾ ഒന്ന് ഇങ്ങോട്ട് ബാക്കിലോട്ടായതാണെന്ന് എനിക്ക് തോന്നുന്നു. വണ്ടി അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ആദ്യത്തെ ലാഗ് എന്നുള്ള അത് ഹിമാലയനിൽ നിന്ന് ഓട്ടിച്ചപ്പോൾ കണ്ടൊരു കാര്യമായിരുന്നു. ആദ്യത്തെ കുറച്ച് നേരം നല്ല ലാഗ് ഉണ്ടായിരുന്നു. അപ്പാർട്ട് ഫ്രം ദാറ്റ് അത് കഴിയുമ്പോൾ നല്ല രീതിയിൽ പവർ കയറുന്നുണ്ട്. ആ ഒരു എൻജിൻ്റെ ഗുണമാണത്. കൈ കൊടുക്കുക, എടുത്തുകൊണ്ട് പോവുക, ആ ഒരു മെൻറ്റാലിറ്റിയാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ അത്യാവശ്യം നല്ല പവറാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് ഒട്ടിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ പണിയും കിട്ടും, വീതിയാവും. ഓക്കെ, നമുക്കിവിടെ ഒന്ന് ഒതുക്കിക്കൊണ്ട് കുറച്ച് വീഡിയോ എടുത്തിട്ട് പോകാം. ഓക്കെ ഗൈസ്, അന്നേരം നമുക്ക് എന്തായാലും ഇതിൻ്റെ എക്സോസ് നോട്ടും കൊണ്ടൊന്നും കേട്ട് നോക്കാം അല്ലേ. അത്യാവശ്യം നല്ല ഗ്രണ്ടുണ്ട് ആ സൗണ്ടിന്. എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ടേണിംഗ് റേഡിയസ് കുറച്ചധികം ചെറുതായാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ ഹിമാലയനൊക്കെ മീൻസ് 411 വളഞ്ഞു വരുന്ന ആ ഒരു രീതിയിൽ ഇത് വളഞ്ഞു വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ടേണിംഗ് റേഡിയസ് കുറച്ച് കുറവായതാണ് എനിക്ക് ഫീൽ ആവുന്നുണ്ട്. നമ്മുടെ NSനെയൊക്കെ കമ്പയർ ചെയ്യുന്നൊരു രീതിയിലുള്ളൊരു ടേണിംഗ് റേഡിയസ് ആണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന കളർ എന്ന് പറയുന്നത് യെല്ലോ റിബൺ എന്ന് പറയുന്നൊരു കളറാണ്. ഓക്കെ, പക്ഷെ എനിക്ക് ഇവരുടെ ബ്രേവ് ബ്ലൂ ആണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. എനിക്കൊന്ന് അതാണെന്ന് തോന്നുന്നു ടോപ്പ് വേരിയൻ്റ്. 5 കളേഴ്സ് അവൈലബിൾ ആണ്.
അപ്പോൾ ഞാൻ അതെല്ലാം അതിൻ്റെ പേരുകളൊക്കെ ദാ ഇവിടെ ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കാം. അവർക്കൊരു സ്മോക്കുണ്ട്, പിന്നെ ബാക്കി 2 ഗ്ലാസിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. ഞാൻ ഇവിടെ ഇങ്ങനെ കൊടുത്തേക്കാം. ഞാൻ എഴുന്നേറ്റ് നിന്നപ്പോഴും വലിയ പ്രശ്നമൊന്നും എനിക്ക് തോന്നിയില്ല. കുഴി വന്നപ്പോൾ ഞാൻ എഴുന്നേറ്റ് കൊടുത്തതാണ്. കയ്യിൽ ഒതുങ്ങും കേട്ടോ. അപ്പോൾ ഹൈറ്റ് ഉള്ളവർക്ക് ഹിമാലയ എടുക്കാൻ പേടിയായിട്ടുള്ളവർക്കൊക്കെ ഇത് എടുക്കാവുന്നൊരു നല്ലൊരു ഓപ്ഷനാണ്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് വൈബ്രേഷനൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഒരു ചെറിയ തരിപ്പം കണ്ട സീറ്റിലോട്ട് വരുന്നുള്ളേ ഉള്ളൂ. അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് വൈബ്രേഷനോ ഹീറ്റിങ് പോലും ഞാൻ അടിക്കുന്നില്ല. കാരണം ഇത്രയും ഞാൻ കൈ കൊടുത്തൊരു സത്യത്തിൽ ഞാൻ വിചാരിച്ച് ഹീറ്റ് ആവേണ്ടതായിരുന്നു. കാരണം നമ്മളന്ന് സ്പീഡിൻ്റെയും മറ്റേ ഇതിൻ്റെ സ്ക്രാംബ്ലർ 400Xൻ്റെയും വീഡിയോ ശ്രദ്ധിച്ചവർക്കറിയാം. അത് ഞാൻ വണ്ടി എടുത്ത് കുറച്ച് നേരത്തിനകം തന്നെ ആ ഫാൻ കിടന്ന് ഭയങ്കര സൗണ്ടായിരുന്നു. ഇതിനകത്ത് അങ്ങനെയൊന്നും കേൾക്കുന്നില്ല. ഞാൻ ഈവൻ ഹിമാലയൻ ഓടിച്ചപ്പോൾ പോലും പറഞ്ഞുകൊണ്ടിരുന്നപ്പം വണ്ടി ഓഫായി. ഓക്കെ. പറഞ്ഞുകൊണ്ടിരുന്നത് വൈബ്രേഷൻ്റെ ഹീറ്റിൻ്റെ കാര്യം. ഓക്കെ. ഹിമാലയൻ ടെസ്റ്റിന് എടുത്തപ്പോൾ പോലും സത്യത്തിൽ അത് നല്ല രീതിയിൽ ഫാനിൻ്റെ സൗണ്ട് കേൾക്കായിരുന്നു. എനിക്കിത് പക്ഷേ ഫാനിൻ്റെ സൗണ്ടൊന്നും ഞാൻ അങ്ങനെ കേൾക്കുന്നേ ഇല്ല. വണ്ടി ഭയങ്കര കൂളായിട്ട് അങ്ങ് ഓടിപ്പോവാണ്. ക്ലച്ചൊക്കെ ഒരു മീഡിയം സെറ്റിങ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര ഹാർഡൊന്നുമില്ല. ഓക്കെ, ഇതാണ് അതിൻ്റെ അടുത്തൊരു കളറ്. ഇതിൻ്റെ പേര് ഞാൻ തന്നെ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം. അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. നല്ല ഇത് ആർക്കോ കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുന്ന വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല തിളക്കവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. എൻ്റെ സീറ്റ് അത്യാവശ്യം നല്ല സോഫ്റ്റാണ്. ഓക്കെ, നല്ല കംഫർട്ടബിളാണ്. വൈഡറുമാണ്. ഈ ഒരു ഏരിയ കണ്ടോ നിങ്ങൾ, ഇത്രയും സിറ്റിംഗ് ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. പില്ലിൻ്റെ കാര്യം എനിക്ക് ഉറപ്പില്ല കേട്ടോ. അത് കുറച്ചും കൂടെ സെയിം മെറ്റീരിയലാണ്, ഒരു സിംഗിൾ സീറ്റാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ കൊള്ളാം. അത്യാവശ്യം നല്ല കംഫർട്ടുള്ളൊരു സീറ്റ്. ഇനി ഇതിൻ്റെ സ്വിച്ചസിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹിമാലയനിൽ കണ്ട അതേ കണക്കുള്ള സ്വിച്ചുകൾ തന്നെയാണ് ഇതിനകത്തുള്ളത്. ഇതിൻ്റെ മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഹോം ബട്ടൺ കാണാം. നമ്മുടെ മെനുവിനകത്തോട്ട് പോകാൻ ഹൈ ബീം ലോ ബീം പാസ് സ്വിച്ച് ഒരുമിച്ച് വരുന്നുണ്ട്. ഇൻഡിക്കേറ്റർ, പിന്നെ ഇവിടെ ഒരു ജോയ് സ്റ്റിക്ക് ഉണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഫോണും വരുന്നുണ്ട്. ഇനി നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഹസാർഡ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇഗ്നിഷൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ താഴെ വരുന്നത് ഒരു മോഡ് ബട്ടണാണ്, റൈഡിംഗ് മോഡ് മാറ്റാനായിട്ട്. ഗൈസ്, അങ്ങനെ നമ്മുടെ ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞു. അത്യാവശ്യം എനിക്ക് കുറച്ച് നല്ല ദൂരം ഓട്ടിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനകത്ത് നല്ല കുറച്ച് ഭാഗങ്ങളെല്ലാം നിങ്ങളെ ഓൾറെഡി കാണിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പം അത്രയൊക്കെ തന്നെ ആയിരുന്നു എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഓക്കെ, ഇത് സിറ്റിയിലോട്ട് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഹിമാലയൻ കൊണ്ടുനടക്കാൻ പറ്റാത്തവർക്ക് ആ സെയിം എൻജിൻ സ്പീഡിലോട്ട് നോക്കിക്കൊണ്ടിരുന്നവർക്ക് ഒരു ഓൾട്ടർനേറ്റീവാണ് സത്യത്തിൽ. ഓക്കെ, അപ്പോൾ നല്ലൊരു സിറ്റി ബൈക്കാണ് സത്യത്തിൽ. ഞാൻ ഇത്ര നേരം ട്രാഫിക്കിലൊക്കെ ഓടിച്ചിട്ട് എനിക്ക് വലിയ ഹീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും വന്നിരുന്നില്ല. അത്യാവശ്യം നല്ലൊരു ബൈക്ക്. ഓക്കെ, ഒരു 3.05 പ്രൈസിന് ഓക്കെയാണ്. നല്ല ബൈ ആണത്. ഓക്കെ ഓക്കെ എന്തായാലും നിങ്ങളും കൂടെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. ഓക്കെ, ഇഷ്ടപ്പെടാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 100 നോക്കിക്കൊണ്ടിരുന്നവർ കുറച്ചും കൂടെ പവറൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നോക്കാവുന്ന കാര്യമാണ്. ഓക്കെ, സീറ്റ് ഹൈറ്റൊക്കെ വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്തായാലും അടുത്ത ആഴ്ച കാണാം. പുതിയൊരു വണ്ടി, പുതിയൊരു സ്ഥലം, പുതിയ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ ദിസ് ഇസ് സ്കെയിൽ വണ്ടി സൈനിങ് ഓഫ്. ബൈ.